കഴിഞ്ഞ 3 മാസമായി പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുന്ന US-ഇറാൻ സംഘർഷത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യാഴാഴ്ച പുലർച്ചെ 4:50 US വിമാനത്താവളത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇതോടെ ഏപ്രിൽ മുതൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കപ്പെടുകയാണെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന US-ഇറാൻ സംഘർഷത്തിന്റെ കാതൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എണ്ണ ഗതാഗതത്തിന്റെയും അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെയും നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഈ ജലപാത തന്ത്രപരമായി അതീവ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ അമിതമായ നികുതി ഈടാക്കുന്നുവെന്നും തങ്ങളുടെ കപ്പൽ ഗതാഗതത്തെ ഇറാൻ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നുവെന്നും ആരോപിച്ച് അമേരിക്ക കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ഇതിന്റെ ഭാഗമായി രാജ്യത്തിന് മേൽ കൂടുതൽ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ഇടപെടലുകൾ തങ്ങളുടെ താൽപര്യങ്ങളെ ഹനിക്കുന്നതാണെന്ന് ആരോപിച്ച് അമേരിക്ക കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങിയത് സംഘർഷത്തിന്റെ ആക്കം കൂട്ടി. തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് മറുപടി എന്നോണം ഹോർമുസ് കടലിടുക്കിൽ അനാവശ്യമായി ഇടപെട്ടു എന്ന് ആരോപിച്ച് ഇറാന്റെ തന്ത്രപ്രധാനമായ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രം അമേരിക്കൻ സേന തകർക്കുകയും ബന്ദർ അബ്ബാസിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തത് സ്ഥിതിഗതികളെ അതീവ സ്ഫോടനാത്മകമാക്കി മാറ്റി. പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഈ ആക്രമണങ്ങളെ കണ്ട ഇറാൻ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഈ നീക്കത്തിന് വളരെ വേഗത്തിലും കൂടുതൽ ശക്തമായും തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇത്തരം പ്രത്യാക്രമണ ഭീഷണികൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ അനിശ്ചിതത്തിലാക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കർക്കശമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെങ്കിലും ആണവായുധങ്ങൾ സ്വതന്ത്രമാക്കാനുള്ള ഇറാനിയൻ നീക്കങ്ങളെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ അമേരിക്കൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതൃത്വത്തിൽ ഇറാനും തികച്ചും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു നീക്കത്തിനും അപ്പോൾ തന്നെ ശക്തമായ സൈനിക തിരിച്ചടി നൽകുമെന്നും അതിർത്തികൾ സംരക്ഷിക്കാൻ രാജ്യം സജ്ജമാക്കണമെന്നും ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സൈനിക ഏറ്റുമുട്ടലുകൾ മേഖലയിൽ ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും അസ്ഥിരതയും വരുത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സുപ്രീം ലീഡർ അലി ഖമേനിയുടെ മരണശേഷം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാരമാറ്റത്തിന്റെ അലയൊലികൾ ദൃശ്യമാണ്. ഒപ്പം പുതിയൊരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ അമേരിക്കയുടെ വിദേശ നയത്തിലും ഗൗരവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ തുറന്ന പോര് ലോകാക്രമത്തെ തന്നെ ഭീഷണിയിലാക്കുന്ന തരത്തിൽ നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടേക്കാവുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ ഈ ആക്രമണങ്ങളെ പ്രതിരോധ നടപടി എന്നാണ് വിശേഷിപ്പിച്ചത്. തങ്ങളുടെ സൈന്യത്തെയും മേഖലയിലെ വാണിജ്യ കപ്പൽ ഗതാഗതത്തെയും ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്ന് പെന്റഗൺ വ്യക്തമാക്കി. തങ്ങൾ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന പ്രകോപനങ്ങൾക്കാണ് മറുപടി നൽകുന്നതെന്നും US ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഈ സംഘർഷം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര സുരക്ഷാ ക്രമത്തെയും സാരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നത് ആശങ്കാജനകമാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ നിർണായക ധമനിയായ ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സങ്ങൾ നേരിടുന്നത് എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്കും അതുവഴി ആഗോള പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനായി വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നുവെങ്കിലും പുതിയ സൈനിക നടപടികൾ ആ നീക്കങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുകയും ചർച്ചകൾക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഉപരിയായി സംഘർഷം വളരെ വേഗത്തിൽ അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ ഭാഗമായി കുവൈറ്റിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും അതിർത്തികളിൽ മിസൈലുകളെ പ്രതിരോധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ യുദ്ധം ഗൾഫ് മേഖലയിലുടനീളം പടരുമോ എന്ന വലിയ ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്.
ഇത്തരം സംഭവവികാസങ്ങൾ കേവലം സൈനിക ഏറ്റുമുട്ടലുകളിൽ ഒതുങ്ങാതെ ആഗോള രാഷ്ട്രീയത്തെ തന്നെ മറ്റൊരു അനിശ്ചിതത്വത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സൈനിക നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും ഒരു സമഗ്ര യുദ്ധത്തിന് തയ്യാറാണെന്ന് തന്നെയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ലോകം വൻ പ്രതിസന്ധികളിലേക്കാണ് നീങ്ങുക. ആഗോള ശക്തികൾ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുകയാണ്. ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നതിൽ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ സൈനിക ഏറ്റുമുട്ടലുകൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് വർഷങ്ങളായി തുടരുന്ന നയതന്ത്ര തർക്കങ്ങൾ ഉപരോധങ്ങളുടെയും പ്രതിഫലനമാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇരുപക്ഷത്തിന്റെയും സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തന്നെ ഈ സംഘർഷം നീണ്ടു നിൽക്കുന്നത് മേഖലയെ വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്വസ്ഥതകൾ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെച്ചേക്കാമെന്ന ഭീതി നിലനിൽക്കുമ്പോൾ തന്നെ വെടിനിർത്തൽ കരാറുകൾ അട്ടിമറിക്കപ്പെടുന്നത് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കുവൈത്ത് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കേണ്ടി വരുന്നത് സംഘർഷം ഗൾഫ് മേഖലയിലുടനീളം പടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത് സാധാരണക്കാരന്റെ ജീവിതത്തെയും സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളുടെയും കടുത്ത നിലപാടുകൾ സ്ഥിതിഗതികളെ അതീവ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതിനാൽ ലോകശക്തികൾ അടിയന്തരമായി ഇടപെടുകയും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യയിലും ആഗോളതലത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുമോ അതോ ശമിപ്പിക്കുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും.